ഏവർക്കും MBA കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്ന സബ്ജക്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അതിലെ ഇൻട്രഡക്ഷൻ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സെഷനിൽ കവർ ചെയ്യുന്നു. ഇൻട്രഡക്ഷൻ ടു മാനേജ്മെന്റും മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റും ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. എൻജോയ് ലേണിംഗ്. യൂണിറ്റ് 1 നേച്ചർ ആൻഡ് process of management. അതിലാദ്യം introduction to management. In this modern lifestyle, each of us is associated with organizations like colleges, hospitals, business enterprises, religious and social organizations. നമ്മുടെ ഈ നിത്യജീവിതത്തിൽ നമ്മൾ പല ഓർഗനൈസേഷനായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അതായത് colleges, hospitals, business enterprises, religious and social organization. ഇങ്ങനെയുള്ള പല ഓർഗനൈസേഷൻസുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. കൂടാതെ ലൈക്ക് ബാങ്ക്, ഇൻഷുറൻസ് കോർപ്പറേഷൻസ്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, all these organizations affect our lives in many ways, and all these organizations try to achieve their own ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് നമ്മളെ ജീവിതത്തിൽ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ഓർഗനൈസേഷൻസും അവരുടേതായ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നും ഉണ്ട്. ഈച്ച് ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ഫോളോയിങ് ടാസ്ക്. ദേ ആർ ഡിസിഷൻ മേക്കിംഗ്. ഓരോ ഓർഗനൈസേഷനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. പിന്നെ കോർഡിനേറ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, എല്ലാം ഒത്തുചേർന്ന് കൊണ്ടുപോകാനുള്ള കഴിവ്. ഹാൻഡ്ലിംഗ് ഓഫ് പീപ്പിൾ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഹാൻഡിൽ ചെയ്യുക, വരുന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുക, എല്ലാം മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, അങ്ങനെ ഓരോ കൊല്ലവും എത്ര പെർഫോമൻസ് വന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്ത് കുറവാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം. സം എക്സാമ്പിൾസ് ആർ ബാങ്ക് മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്. ഓൾ ഹാവ് സം കോമൺ പ്രിൻസിപ്പിൾസ് ആൻഡ് എലമെന്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനേജ്മെന്റിനും കോമൺ പ്രിൻസിപ്പിൾസ് ആൻഡ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് മീൻസ് മെനി തിങ്സ് ടു മെനി പീപ്പിൾ. പലർക്കും പല ഡെഫിനേഷൻ ആണുള്ളത് മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അക്കോർഡിംഗ് ടു ലൂയിസ് ഇ ബൂൺ ആൻഡ് ഡേവിഡ് എൽ കേർട്സ്, മാനേജ്മെന്റ് മീൻസ് ദ യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് അതർ റിസോഴ്സസ് ടു അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യന്മാരുടെ കഴിവ്, ഹ്യൂമൻ റിസോഴ്സസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആളുകളെ ഉപയോഗിച്ചും പിന്നെ വേറെ പല റിസോഴ്സസ്, മെൻ, മണി, മെഷീൻ, മെറ്റീരിയൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നു. ഇനി അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗനൈസേഷൻ റിയലൈസസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഇൻ എ പ്ലാൻഡ് വേ. ഒരു പ്ലാൻഡ് വേയിൽ അവരവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നു. അതൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട്. അതാണ് മേരി പാർക്കർ ഫോളറ്റിന്റെ ഡെഫിനിഷൻ. ആൻഡ് അക്കോർഡിംഗ് ടു James A.F. Stoner, management is a process of planning, organizing, leading, and controlling efforts of organization members and of using all other organizational resources like men, human beings, money, materials, and machines to achieve stated organizational goals. അവരുടെ ഒരേ ഒരു ഒബ്ജക്റ്റീവ് എന്താ? അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഓർഗനൈസേഷണൽ ഗോൾസ് എന്തൊക്കെയാണോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടോ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ പ്രോസസ്സിലൂടെ കടന്നു പോയി. ആ പ്രോസസ്സിൽ എന്തൊക്കെയുണ്ട്? പ്ലാനിങ് കണക്റ്റഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ് എഫേർട്സ് ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആൻഡ് യൂസിങ് ഓൾ ഓർഗനൈസേഷൻ റിസോഴ്സസ്. ഓർഗനൈസേഷൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ഹ്യൂമൻ ബീങ്സ് ആവാം, മണി ആവാം, മെറ്റീരിയൽ ആവാം, മെഷീൻസ് ആവാം. അക്കോർഡിംഗ് ടു Dr. James, management is a task of planning,
coordinating, motivating, and controlling the efforts of others towards specific objectives. ജെയിംസ് ലണ്ടി തീരുമാനം പ്രകാരം പ്ലാനിംഗ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിംഗ് എഫേർട്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ എഫേർട്സ് ഒക്കെ ഉപയോഗിച്ച് എന്തിനു വേണ്ടി? ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ. ഭാവി കണ്ട് ഭാവിയിലേക്ക് പ്ലാൻ ചെയ്ത് വെക്കുക. ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. അക്കോർഡിംഗ് ടു പീറ്റർ എഫ് ഡ്രൂക്ക്, management is an economic, industrial society. It means taking action for the desired results to achieve. എന്തൊക്കെയാവാം? ഹ്യൂമൻ റിസോഴ്സ് ആവാം, ഫിനാൻഷ്യൽ റിസോഴ്സ് ആവാം, ഫിസിക്കൽ റിസോഴ്സ് ആവാം, ഇൻഫർമേഷൻ റിസോഴ്സ് ആവാം. ഈ റിസോഴ്സസ് ഒക്കെ ഒരു പ്രോസസ്സിലേക്കാണ് ഫെഡ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. DM എന്ന് പറയുന്നത് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്, ഇതെല്ലാം കൂടി ചേർന്ന് അതിങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അവർ ഒബ്ജക്റ്റീവ്സ് നമുക്ക് കിട്ടണം. ആ ഒബ്ജക്റ്റീവ് ഷുഡ് ബി എങ്ങനെയിരിക്കണം? ഷുഡ് അച്ചീവ് വിത്ത് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, മാനേജ്മെന്റ് ഇസ് എ ഡിസ്റ്റിങ്ക്ട് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, performed to determine and accomplish the objectives by the use of people ആൻഡ് റിസോഴ്സ്. ഇവിടെ ജോർജ് ആർ ടെറിയുടെ പ്രകാരം ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് തന്നെയാണ് ജോർജ് ആർ ടെറിയും പറയുന്നത്. പക്ഷെ എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ്. ആക്ച്വേറ്റിംഗ് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാനുള്ള കഴിവ്, ലീഡർഷിപ്പാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് കൺട്രോളിങ്, പെർഫോം ടു ഡിറ്റർമിൻ ദ ആൻഡ് അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ബൈ ദ യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാം. അതിൽ മാനേജ്മെന്റ് ഇസ് എ യൂണിവേഴ്സൽ പ്രോസസ്. ഒന്നാമത്തേത്, ആസ് ഹ്യൂമൻ ബീങ്സ് വി മസ്റ്റ് പെർഫോം certain human activities. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊരു ആസ് ഹ്യൂമൻ ബീങ്സ് വി ഹാവ് ടു പെർഫോം certain human activities, whether it is personal or professional, whether individual or joint. ഒറ്റക്കാണെങ്കിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യണം, അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് ഒരു ഫാമിലി ആണെങ്കിലും നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യണം. അതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് മാനേജ്മെന്റ് can be noticed in all spheres of life. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. The basic nature of management activities same. Even if we manage our family, club, trade union, trust, municipality, business concern or the government, the basic concepts are same, though there may be slight variations in the style and approach. അപ്പം സ്റ്റൈലിലും അപ്രോച്ചിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ബേസിക് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് എന്താണ്? സെയിം ആണ്. ഫാമിലിയിലുള്ള പോലെയല്ല ക്ലബിലുള്ള പോലെയല്ല ഒരു ട്രസ്റ്റിലുള്ള പോലെയല്ല ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ. മാനേജ്മെന്റ് ഇസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമത്തത്, മാനേജ്മെന്റ് ഇസ് റിഗാർഡഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. വി ഷുഡ് ടേക്ക് പ്രോപ്പർ കെയർ അബൌട്ട് ലാൻഡ്, ലേബർ, capital. They should be kept for effective use for the production and distribution of goods and services. Managerial skill should be effectively used for this purpose. നമ്മളിവിടെ മാനേജ്മെന്റ് ഇസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് ഏത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? മാനേജറൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെന്റിനെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ലാൻഡ് വാങ്ങിക്കുന്ന ആ ലാൻഡിനെ പറ്റി ശ്രദ്ധിക്കണം. ലേബർ, ആ ലാൻഡ് ഇപ്പം എന്തെങ്കിലും ഒരു ജയഭാരത് ഓയിൽ മിൽസ് പോലത്തെ ഒരു മില്ലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അതിന് ലാൻഡിനെ പറ്റി നമ്മൾ ശരിക്കും ഇതാവണം. അത് കൊണ്ട് നടത്താൻ വേണ്ടിയുള്ള ലേബറേഴ്സിന്റെ കാര്യങ്ങളും നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അതിന് വേണ്ട ക്യാപിറ്റൽ, ഒരു വലിയൊരു തുക നമ്മളത് തുടങ്ങുമ്പോൾ കാണണം. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദേ ഷുഡ് ബി കെപ്റ്റ് ഫോർ എഫക്റ്റീവ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗുഡ്സ് ആയാലും ശരി, ഇനി അത് സർവീസ് ആയാലും ശരി, അതിന് വേണ്ടി നമ്മൾ ശരിക്കും അത് ഉപയോഗിക്കണം. അപ്പം അതിനൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻറ്റ്? മാനേജറൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എന്താ? മാനേജ്മെന്റ് ഇസ് ഗോൾ ഓറിയന്റഡ്. The most important goal of management is to accomplish its objectives. നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്കൊക്കെ എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അവരുടെ മെയിൻ എയിം തന്നെ എന്താണ്? ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ദീസ് ഒബ്ജക്റ്റീവ്സ് മേ ബി എക്കണോമിക് ആവാം, സോഷ്യോ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ. All organizations use the resources like men, money, machine, materials in effective and efficient way.
ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്കൊക്കെ എന്ത് വേണം? മെൻ വേണം, മണി വേണം, മെഷീൻ വേണം, മെറ്റീരിയൽസ് വേണം. അടുത്തത്, മാനേജ്മെന്റ് ഇസ് സുപ്രീം ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ. Managers set objectives which are easy to achieve. That is, it should be realizable objectives. ഇപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒബ്ജക്റ്റീവ്സ് ഒന്നും ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ മാനേജേഴ്സ് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം? റിയലൈസബിൾ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. They should provide support and motivation to mastermind the actions to achieve the objectives. ഇപ്പം ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അത് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ ആ ആക്ഷനൊക്കെ എടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഔട്ട്കത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ദ മാനേജേഴ്സ് ഷുഡ് ബി ഏബിൾ ടു നോ ഹൗ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. എങ്ങനെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് മാനേജേഴ്സിന് അറിഞ്ഞിരിക്കണം. മാനേജേഴ്സ് ഷുഡ് പ്രൊവൈഡ് റൈറ്റ് മോട്ടിവേഷൻ അറ്റ് റൈറ്റ് ടൈം ടു ഹിസ് സബോർഡിനേറ്റ്സ്. ആ മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശരിയായ മോട്ടിവേഷൻ ശരിയായ സമയത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം. Management is a group activity. Each department, like production department, sales department, finance department, etc., all should perform well to achieve success. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. വെദർ ഇറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തുണ്ട്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും പെർഫോം വെൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്താലും മാത്രമേ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. All the human resources, financial resources, physical resources, information resources, men, money, machine, material, all should perform efficiently and effectively in order to achieve the success of the organization. ഈ ഓർഗനൈസേഷന്റെ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എന്ത് ചെയ്യണം? എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും പെർഫോം ചെയ്യണം. Multiplier effect of management says that 1 plus 1 is 11. Management is a dynamic function. Management should make changes in goal, objectives, and other activities according to changes that takes place in the environment. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചിലപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. സോഷ്യൽ ആവാം, എക്കണോമിക് ആവാം, ടെക്നിക്കൽ, പൊളിറ്റിക്കൽ എൻവയൺമെന്റ് ഹാസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ മാനേജ്മെന്റ്. അതെന്തിനാണ്? മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ എന്നുള്ളതാണത്. മാനേജ്മെന്റ് ഇസ് സോഷ്യൽ സയൻസ്. അടുത്തത് എന്താണ്? മാനേജ്മെന്റ് ഇസ് എ സോഷ്യൽ സയൻസ്. മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്നും പറയുന്നുണ്ട്. വി മസ്റ്റ് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽസ്. അവിടെ എന്താ? നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. എവരി വൺ ഹാസ് ഡിഫറെന്റ് ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡൈനാമിസം. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ദിസ് ചേഞ്ച് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആൻഡ് ഫ്രം സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ഒരാളോട് പെരുമാറുന്ന രീതിയിലായിരിക്കില്ല വേറൊരാളോട് പെരുമാറേണ്ടത്. അങ്ങനെ ഓരോ ആളുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. സോ ദ മാനേജർ ഷുഡ് സീ ഗൈഡ് ലൈൻസ് ഫ്രം ദ എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ആൻഡ് ഹി കനോട്ട് ബേസ് ഹിസ് ഡിസിഷൻസ് ആണ്. ഒന്ന് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പകരം എന്താണ്? ഒരു ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒബേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത എന്താണ്? മാനേജ്മെന്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് സൊസൈറ്റി. മാനേജ്മെന്റ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ സൊസൈറ്റി. ഇൻ ഫാക്ട് there is an interaction between management and society. Society influences managerial actions and managerial actions influences the society. അപ്പം മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൊസൈറ്റി മാനേജറൽ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാനേജറൽ ആക്ഷൻസ് സൊസൈറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. ആ ഓർഗനൈസേഷൻ എടുക്കുന്ന എംപ്ലോയീസ് ഒക്കെ എവിടെ നിൽക്കും? ആ നെയ്ബറിങ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെയായിരിക്കും അവർ ചൂസ് ചെയ്യുക. അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. അവിടെ വർക്ക് ചെയ്യാനുള്ള പ്രിഫറൻസ് അവർക്കുണ്ട്. ബൈ ദ ഡിസിഷൻസ് മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ദ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്, മോറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഹേവിയർ of the members of the society. This has created an impact on the social and moral obligations of business management which cannot be easily ignored. അടുത്തത്, മാനേജ്മെന്റ് ഇസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലീഡർഷിപ്പിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതോറിറ്റി മീൻസ് എ പവർ ടു മേക്ക് അതേഴ്സ് സെറ്റ് ഇൻ എ പ്രീഡിറ്റർമിൻ വേ. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാമർഥ്യം, ലീഡർഷിപ്പ്. The success or failure of an organization can be judged by the quality of decisions taken by the managers. അത് ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട് വേണം അത് അതോറിറ്റി നിശ്ചയിക്കുന്നത്. Thus the decisions are the key
for the performance of a manager. ഒരു മാനേജറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്? ഡിസിഷൻ മേക്കിംഗ് കഴിവുണ്ടായിരിക്കണം. മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ. With various factors of production, management accomplishes certain predetermined ends. That is, predetermined ends എന്ന് പറഞ്ഞാൽ എന്താ? Organizational aims and objectives ആണ്. To achieve this successfully, the managers need to possess managerial knowledge and training. Moreover, they should remain conscious of their social and human obligations. For this, they achieve decent salary and the rewards are well paid. അപ്പം എന്താണ്? മാനേജേഴ്സിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം അല്ലേ? പ്രീഡിറ്റർമിൻ എൻഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. ടു അച്ചീവ് ദിസ് സക്സസ്ഫുള്ളി, സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഷുഡ് ഹാവ് മാനേജറൽ നോളജ് ആൻഡ് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദം. അതുകൂടാതെ അവർക്ക് ഡീസൻറ്റ് സാലറി വേണം, റിവാർഡ്സും ആർ വെൽ പെയ്ഡ്. And moreover, they should remain conscious of their social and human obligations. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോസ് ഓഫ് മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം.